ഒരു മരിച്ചവർക്ക് വേണ്ടി നാം അവരുടെ ഖബറിൻ്റെ അടുക്കലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും ആവശ്യാർത്ഥം നാം ബദർ റൂട്ടിൽ കൂടി പോവാണ്, അവിടെ എത്തിക്കഴിഞ്ഞാൽ നാം ബദറിൽ ഇറങ്ങുകയാണെങ്കിൽ ഏത് ഖബർസ്ഥാനത്തിൻ്റെ സ്ഥിതി അത് തന്നെയാണ്. മുസ്ലിങ്ങളുടെ ഖബറുകൾ സന്ദർശിക്കാനായിട്ട് യാത്ര പോകേണ്ടതില്ല, അവിടെ എത്തിക്കഴിഞ്ഞാൽ സന്ദർശനം നടത്താം. അങ്ങനെ ആ ഇനത്തിൽ ബദരീങ്ങളുടെ ഖബർസ്ഥാനവും പെടുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് സലാം പറയാം, അവർക്ക് വേണ്ടി കൈ പൊക്കിയിട്ടോ പൊക്കാതെയോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവരുടെ ഖബറുകൾ സ്വർഗത്തോപ്പാക്കി മാറ്റാനും അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കാനും അവരോടൊപ്പം നമ്മെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാനും എല്ലാം അള്ളാഹിനോട് പ്രാർത്ഥിക്കാം, തെറ്റില്ല. ഖുർആനോ അത് പൊതുവെ മരിച്ചവർക്ക് ജീവിച്ചിട്ടുള്ളവർ ചെയ്താൽ കിട്ടുമെന്ന് റസൂലുള്ള പറഞ്ഞ ഇനത്തിൽപ്പെട്ടതല്ല ഖുർആൻ. റസൂലുള്ള മരിച്ചവർക്ക് ശ്രദ്ധിച്ചു കേൾക്കുക, മരിച്ചവർക്ക് ജീവിച്ചിട്ടുള്ളവർ ചെയ്താൽ കിട്ടുമെന്ന് റസൂലുള്ള പറഞ്ഞത്, ഖുർആൻ പറഞ്ഞത് പ്രാർത്ഥനയാണ്. റബ്ബനാ ഗഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. മിമ്പറിൽ കേൾക്കാറുണ്ടല്ലോ, മുമ്പ് മരിച്ചു പോയതായ ഞങ്ങളുടെ മഹാത്മാക്കൾക്കും നീ പുറത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ഖുർആൻ കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ മരിച്ച ആൾക്കെല്ലാം എന്ത് ചെയ്യാം? നാം ജീവിച്ചിട്ടുള്ളവർ പ്രാർത്ഥിക്കാം, ആ പ്രാർത്ഥന അവർക്കെത്തും. അതൊന്ന്. രണ്ടാമത്, മരിച്ചവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം, മരിച്ചവർക്ക് വേണ്ടി ഉംറ ചെയ്യാം, മരിച്ചവർക്ക് വേണ്ടി ധർമ്മം ചെയ്യാം. അതുപോലെ തന്നെ മരിച്ചവർ നമ്മുടെ കുടുംബ മെമ്പറാണെങ്കിൽ, ഉമ്മയോ വാപ്പയോ ആണെങ്കിൽ, അവർ നിർബന്ധമായ റമളാൻ നോമ്പോ നിർബന്ധമായ നേർച്ചയാക്കിയ നോമ്പോ, ശ്രദ്ധിക്കുക, നിർബന്ധമായ റമളാൻ നോമ്പോ നിർബന്ധമായ നേർച്ചയാക്കിയ നോമ്പോ അവർ ഒഴിവാക്കി പോയിട്ടുണ്ടെങ്കിൽ, അവർ നോറ്റിട്ടില്ലെങ്കിൽ നമുക്കെന്ത് ചെയ്യാം? അത് അവർക്ക് വേണ്ടി നോക്കാം. മരിച്ച ഉമ്മാക്കുള്ള നോമ്പ് നാം നോറ്റുവിടാം. ഒരു 30 ദിവസത്തെ നോമ്പ് ഉമ്മ നോക്കാൻ ബാക്കിയുണ്ടെങ്കിൽ, ഒരു 10 കുട്ടികളുണ്ടെങ്കിൽ 10 കുട്ടികൾ ഓഹരി വെക്കാം. മൂന്ന് നോമ്പ് ഓരോ വ്യക്തി നോക്കാം ഉമ്മാക്ക് വേണ്ടി. അത് എത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലിയിൽപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? ഇതല്ലാതെ മരിച്ചവർക്ക് വേണ്ടി ധർമ്മം കേട്ടു, പ്രാർത്ഥന കേട്ടു, ഹജ്ജ് കേട്ടു, ഉംറ കേട്ടു, നോമ്പ് ഈ രൂപത്തിലുള്ളതും കേട്ടു. ഇതല്ലാതെ വേറെ ഒരു സൽക്കർമ്മങ്ങളും മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ളവർ ചെയ്താൽ കിട്ടുമെന്ന് സഹീഹായ ഹദീസിലില്ല. പറയുന്നവർ പറയുന്നത് ഗവേഷണത്തിലൂടെയാണ്. ഗവേഷണം എന്താണ്? നോമ്പ് കിട്ടുമെങ്കിൽ ഖുർആൻ ഓതിയാൽ കിട്ടേണ്ടതല്ലേ എന്നുള്ളതാണ്. അതിപ്പോൾ ഞാൻ പറയാറുണ്ട്, ഈ വണ്ടി മാറിയാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തൂലാന്ന്. നിങ്ങൾ വണ്ടി മാറരുത്. കയറുമ്പോൾ മംഗലാപുരത്ത് പോകാൻ വേണ്ടി വണ്ടി കയറിയാൽ, നിങ്ങൾ കാലിക്കറ്റിലേക്ക് പോകുന്ന വണ്ടിയിൽ കയറിയിട്ട് ഞാനിപ്പോൾ ടീച്ചർക്ക് വരെ കാശ് കൊടുത്തു, പിന്നെന്താ എൻ്റെ വണ്ടി അവിടേക്ക് എത്താത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാശ് ആർക്ക് കൊടുത്താലും എത്തൂല അവിടേക്ക്, നീ കയറിയ വണ്ടി മാറിയതുകൊണ്ട്. ഇതിലല്ലേ? അതുകൊണ്ട് വണ്ടി മാറരുത്. വണ്ടി റസൂലുള്ള നമുക്ക് ഇവിടെ വരഞ്ഞു തന്നിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിലല്ലാതെ, ഞാൻ ഇപ്പോൾ എൻ്റെ ഉമ്മയും വാപ്പയും ചെറുപ്പത്തിലേ മരിച്ചതാണ്. ഞാൻ ഈ സൗദി അറേബ്യയിലേക്ക് വന്നിട്ട് 41ഓളം വർഷമാവാൻ പോവാണ്. ഇപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വാപ്പയും മരിച്ചിട്ടുണ്ട്, എൻ്റെ ഉമ്മയും മരിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മിൽ നിന്നിട്ട് മരിച്ചവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. ഞാൻ എൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വല്ലതും ചെയ്യുകയാണെങ്കിൽ, ഞാൻ നിങ്ങൾക്കിപ്പോൾ കേൾപ്പിച്ച മരിച്ചവർക്ക് ജീവിച്ചിട്ടുള്ളവർ ചെയ്താൽ കിട്ടുമെന്ന് റസൂലുള്ള പറഞ്ഞതേ ചെയ്യുള്ളൂ. റസൂലുള്ള പറയാത്തത് ചെയ്യില്ല. ഗവേഷണത്തിലൂടെ ചെയ്താലോ ഒരു പക്ഷേ എത്തൂല ഉമ്മാക്ക്. പിന്നെ എന്തിനാ വെറുതെ ഞാൻ നഷ്ടപ്പെടുന്നത്? നഷ്ടത്തിൻ്റെ ചെയ്യുന്നത്. അതുകൊണ്ട് നാം ഇത് പ്രത്യേകിച്ച് ഖബറാളികളെ കുറിച്ച് റസൂൽ സംസാരിച്ചപ്പോൾ പറയുകയാണ്, ലാ തജഅലൂ ബുയൂതകും ഖുബൂറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബർ പോലെയാക്കി മാറ്റരുത്. എന്നിട്ട് പിന്നെന്താ റസൂൽ പറയുന്നത്? വീട്ടിൽ നിങ്ങൾ സൂറത്തുൽ ബഖറ ഓതുക. സൂറത്തുൽ ബഖറ ഓതുന്നതായ വീട്ടിൽ പിശാച് പ്രവേശിക്കുന്നതല്ല. അപ്പോൾ വീട് നിങ്ങൾ ഖബറാക്കരുതെന്ന് പറഞ്ഞാൽ വീട് ഖുർആൻ ഓതാത്ത സ്ഥലം പോലെ ആക്കരുത്. അപ്പോൾ ഖബറോ ഖുർആൻ ഓതേണ്ട സ്ഥലമാണോ? ഓതണ്ടാത്ത സ്ഥലമാണോ? ഓതാൻ പാടില്ലാത്ത സ്ഥലമാണ്. ഇല്ലെങ്കിൽ റസൂൽ അത് പറയൂലല്ലോ. റസൂൽ പറഞ്ഞാണ്, ഞാൻ പറയല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്.